ഒരു നിമിഷം ഇപ്പോൾ വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയ സംപ്രേഷണത്തിലേക്ക്. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ മൂന്നാമത്തെ മാസമാണ് അത് കൊടുത്തത്. ഒക്ടോബർ 12-നാണ് കൊടുത്തത്. മൂന്നാമത്തെ ഗഡു കൊടുക്കേണ്ടത് ഡിസംബറിലാണ്. ആ മൂന്നാമത്തെ ഗഡുവിനെ 3 ഭാഗങ്ങളാക്കി മാറ്റി. ആദ്യത്തെ ഗഡു ഉത്തരവ് വന്നത് ഫെബ്രുവരി 13-ന്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഉത്തരവ് വന്നത് മാർച്ച് 13-ന്. ട്രഷറിയിൽ പണം വന്നത് മാർച്ച് 18-ന്. അപ്പൊ മൂന്നാമത്തെ ഗഡുവിന്റെ ഡിസംബറിൽ കൊടുക്കേണ്ട മുഴുവൻ ഭാഗവും ഡിസംബറിൽ കൊടുക്കേണ്ടതാണ്. അത് 3ആക്കി തിരിച്ചിട്ടും അതിന്റെ ആദ്യ ഭാഗം കിട്ടിയത് മാർച്ച് 18-നാണ്. എത്ര ദിവസമുണ്ട് ഇനി? നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഇതെല്ലാം എക്സ്പെൻഡിച്ചർ ആക്കണം, ഇതെല്ലാം ചെലവഴിക്കണം, ഈ തുക മുഴുവൻ ചെലവഴിക്കണം. ഈ മൂന്നാമത്തെ ഗഡുവിന്റെ 2ാമത്തെ ഭാഗം കൊടുത്തത് ഇന്നലെ വൈകുന്നേരമാണ്. എന്നിട്ട് നാളെ വൈകുന്നേരത്തിന് മുമ്പ് ഇത് ചെലവഴിച്ചിരിക്കണം എന്ന് പറയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ മുഴുവൻ വലിയ പ്രതിസന്ധിയിൽ നിൽക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്നില്ല, ബില്ലുകൾ മാറാൻ കഴിയുന്നില്ല, വലിയ അവസ്ഥയാണ്. ഇനി ഇതെല്ലാം കൂടി ചെയ്യാൻ പറ്റാത്ത വർക്കെല്ലാം കൂടി അടുത്ത വർഷത്തേക്ക് സ്പിൽ ഓവർ ചെയ്യാം. സ്പിൽ ഓവർ ചെയ്താൽ ഈ വർഷത്തെ പദ്ധതി തുകയിൽ നിന്ന് തന്നെ കൊടുക്കണം. പക്ഷെ സർക്കാർ കൊടുക്കില്ല. ഈ വർഷം ഉണ്ടായത് എന്താണ്? കഴിഞ്ഞ വർഷം ഇതുപോലെ സ്പിൽ ഓവർ ചെയ്ത വർക്ക് ഈ വർഷത്തെ പദ്ധതി തുകയിൽ നിന്ന് മാറ്റി. മനസ്സിലായില്ല? അപ്പോൾ ഈ വർഷം നടപ്പാക്കേണ്ട പദ്ധതി സർക്കാർ പണം കൊടുക്കാത്തതുകൊണ്ട് നടപ്പാക്കാൻ പറ്റാതെ അടുത്ത വർഷത്തേക്ക് സ്പിൽ ഓവർ കൊടുക്കുമ്പോൾ അടുത്ത വർഷത്തെ പദ്ധതിയിൽ നിന്ന് കട്ട് ചെയ്ത് അടുത്ത വർഷത്തെ പദ്ധതിയെ താറുമാറാക്കിയാണ് സർക്കാർ ചെയ്യുന്നത്. അത്ര അപകടകരമായ രീതിയിലാണ് വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ വർഷം പദ്ധതിക്കെല്ലാം അംഗീകാരം വാങ്ങി ടെക്നിക്കൽ സാങ്ഷൻ കിട്ടിയപ്പോഴേക്കും ഡിസംബറായി. അപ്പോഴേക്കും മെറ്റീരിയൽ കോസ്റ്റിൽ മാറ്റം വന്നു എന്ന് പറഞ്ഞു 10% എക്സസ് കൊടുത്തു. വീണ്ടും ഇതെല്ലാം ഈ പദ്ധതികൾ വീണ്ടും റിവൈസ് ചെയ്തു. അപ്പോഴേക്കും മാർച്ചായി. ചെയ്യാൻ പറ്റാത്ത, പൂർത്തിയാക്കാൻ പറ്റാത്ത സ്ഥിതിയായി. ഇനി വേറൊരു കാര്യം, ഈ കുടിവെള്ള പദ്ധതി, വൈദ്യുത പദ്ധതികൾ അതെല്ലാം വാട്ടർ അതോറിറ്റിയിലേക്കും ഇലക്ട്രിസിറ്റി ബോർഡിലേക്കും ഡെപ്പോസിറ്റ് ചെയ്യണം. അപ്പോൾ പറഞ്ഞിരിക്കുന്ന 20% ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു നിബന്ധന വച്ചിരിക്കുന്നു. 20% ഡെപ്പോസിറ്റ് ചെയ്താൽ ഈ 2 പൊതുമേഖലാ സ്ഥാപനങ്ങളും ആ വർക്ക് ചെയ്യില്ല. മുഴുവൻ തുകയും ഡെപ്പോസിറ്റ് ചെയ്താൽ മാത്രമാണ് കുടിവെള്ള പദ്ധതികൾക്കും വൈദ്യുത പദ്ധതികളും നടപ്പാക്കാൻ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അതെന്തിനാണ് അത് ചെയ്യുന്നത്? ട്രഷറിയിൽ നിന്ന് പൈസ മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൈസ ഇല്ല, അതാണ് യാഥാർത്ഥ്യം. പണമില്ലാത്തത് കൊണ്ട് പണം മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അനാവശ്യമായ, അപ്രായോഗികമായ, വിചിത്രമായ നിബന്ധനകൾ കൊണ്ടുവരുന്നത്. വീണ്ടും ഉത്തരവിറക്കി. ഈ വളരെ വൈകിട്ടാണ് ഈ കാശ് കിട്ടിയത്. ഇനി പണം കൊടുത്തിട്ടും ഡെപ്പോസിറ്റ് ചെയ്തിട്ടും മാർച്ച് 31-ന് മുമ്പ് ഈ പ്രവൃത്തി പൂർത്തിയാക്കിയില്ലെങ്കിൽ ബാക്കി തുക സഞ്ചിത നിധിയിലേക്ക് തിരിച്ചു കൊടുക്കണം. ഓഗസ്റ്റിൽ കിട്ടേണ്ട പൈസ കിട്ടിയത് മാർച്ചിൽ, മനസ്സിലായില്ലേ? അപ്പോൾ ഡിസംബറിൽ കിട്ടേണ്ട പൈസ കിട്ടിയത് മാർച്ചിൽ, ഓഗസ്റ്റിൽ കിട്ടേണ്ട പൈസ കിട്ടിയത് ഒക്ടോബറിൽ. അപ്പോൾ ഇതെങ്ങനെ ഈ പദ്ധതി നടപ്പാക്കും? അപ്പോൾ 1 മാസം കൊണ്ട് 2 മാസം കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്ത തുകയുടെ പദ്ധതി നടപ്പാക്കാൻ പറ്റുമോ? നടപ്പാക്കാൻ പറ്റില്ല. നടപ്പാക്കിയില്ലെങ്കിൽ ഈ പണം തിരിച്ച് വീണ്ടും കൺസോളിഡേറ്റഡ് ഫണ്ടിലേക്ക് കൊടുക്കണമെന്നാണ്. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കഴുത്ത് ഞെരിച്ചാണ് ഇവർ കൊല്ലുന്നത്. മാത്രമല്ല, ഇവിടെ നിന്ന് എല്ലാ തീരുമാനങ്ങളും എടുക്കുകയാണ്. അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് സങ്കല്പത്തിൽ മാത്രമായി. പ്രാദേശിക സർക്കാരുകൾ എന്ന സങ്കല്പത്തിൽ നിന്ന് അപ്പുറം ഇപ്പോൾ ഗവൺമെന്റ് തീരുമാനിക്കുന്ന കാര്യങ്ങളുടെ നിർവഹണ ഏജൻസികളാക്കി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത്, ധനകാര്യ വകുപ്പിനോടും അതുപോലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനോടും ആവശ്യപ്പെടുന്നത്, ഈ സാഹചര്യത്തിൽ നാളെ വൈകുന്നേരം ഈ പ്രവർത്തികൾ പൂർത്തിയാക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഗവൺമെന്റിന്റെ കുഴപ്പം കൊണ്ട്, കൃത്യമായി പണം കൊടുക്കാത്തത് കൊണ്ട് താളം തെറ്റിപ്പോയ ഈ പദ്ധതികൾ നടപ്പാക്കാൻ മാർച്ച് 29 എന്നുള്ളത് നീട്ടി അത് ഏപ്രിൽ 30 വരെയാക്കി അതിന്റെ സമയം വർദ്ധിപ്പിച്ചു കൊടുക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞാൻ ഇന്ന് അത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കും ഇത് സംബന്ധിച്ച കത്തുകൾ കൊടുക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനം മുഴുവൻ അവതാളത്തിലാകുന്ന സ്ഥിതിയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഈ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോട് കാണിക്കുന്ന ഈ അവഗണനയ്ക്കെതിരായി
ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്ന മാർച്ച് 31 രാവിലെ 10 മണി മുതൽ 11 മണി വരെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും UDF അംഗങ്ങൾ 1 മണിക്കൂർ നേരം കുത്തിയിരിപ്പ് സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ള വിവരം കൂടി അറിയിക്കും. അത് UDF പ്രതിപക്ഷത്തുള്ള സ്ഥലത്തും UDF ഭരണകക്ഷിയായിട്ടിരിക്കുന്ന സ്ഥലത്തും ഈ മാർച്ച് 31 രാവിലെ 10 മണി മുതൽ 11 മണി വരെ പ്രതിഷേധ സൂചകമായി എല്ലാ പഞ്ചായത്തിലെയും ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആ സമരപരിപാടി കേരളത്തിൽ നടക്കും. ഈ അധികാര വികേന്ദ്രീകരണം വന്നതിന് ശേഷം കഴിഞ്ഞ തുടർച്ചയായ ഈ 2 വർഷങ്ങൾ ഈ അധികാര വികേന്ദ്രീകരണത്തെ മുഴുവൻ തളർത്തി നമ്മുടെ പ്രാദേശിക സർക്കാരുകളുടെ പ്രവർത്തനം മുഴുവൻ താറുമാറാക്കിയിരിക്കുകയാണ്. ഇന്നത്തെ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ട്രഷറിയിലെ പെൻഡിങ് ബില്ല് തന്നെ 13,223 കോടി എന്നാണ്. ഇവർ അതുകൂടി കണക്കാക്കിയിട്ടാണ് എക്സ്പെൻഡിച്ചർ ബില്ല് കണക്കാക്കിയിരിക്കുന്നത്. ചെലവഴിക്കപ്പെട്ടു എന്ന് ശതമാനം പറയല്ലേ, ട്രഷറിയിലുള്ള പെൻഡിങ് ബില്ല് വരെ കണക്കാക്കിയിട്ടാണ് 13,223 കോടി രൂപ ട്രഷറിയിലെ പെൻഡിങ് ബില്ലായിട്ട് കിടക്കുകയാണ്. അപ്പം നാളെ വൈകുന്നേരത്തിലൊക്കെ ചെയ്തില്ലെങ്കിൽ ഇതെല്ലാം ക്യൂ ബില്ലായി മാറാൻ പോവാണ്. അത് അതിനേക്കാൾ വലിയ സങ്കീർണതകൾ ഉണ്ടാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിൽ ഇത്രമാത്രം ബുദ്ധിമുട്ട് അധികാര വികേന്ദ്രീകരണം വന്നിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല. അത്രമാത്രം പ്രയാസമാണ്. സർക്കാർ കയ്യിൽ പണമില്ലാത്തത് മറച്ചു വെച്ചുകൊണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശ്വാസം മുട്ടിക്കുന്നത്. അല്ല, ഈ 65 തന്നെ ശരിയായിട്ടുള്ളൊരു കണക്കല്ല. ട്രഷറിയിൽ നിൽക്കുന്ന പെൻഡിങ് ബില്ലും കൂടി കൂട്ടിയിട്ടാണ് ഈ 65% പറയുന്നത്. ട്രഷറിയിലെ പെൻഡിങ് ബില്ല് കൂടി കൂട്ടിയിട്ടാണ് പറയുന്നത്. മാത്രമല്ല, ഇന്നലെ വൈകുന്നേരമൊക്കെ അനുവദിച്ച പണമൊക്കെ എങ്ങനെയാണ് ചെലവഴിക്കുന്നത്? ഇന്നലെ വൈകുന്നേരം കൊടുത്തിട്ട് നാളെ വൈകുന്നേരം 6 മണിക്ക് മുമ്പ് കൊടുക്കണം. അതെങ്ങനെ ചെലവഴിക്കാൻ പറ്റും? മാർച്ച് 18 വന്ന ആദ്യ ഗഡു എങ്ങനെ ചെലവഴിക്കാൻ പറ്റും? അപ്പം അതൊരു ക്വാളിറ്റി എക്സ്പെൻഡിച്ചർ പോലും അല്ല, ഗുണനിലവാരമുള്ള ഒരു എക്സ്പെൻഡിച്ചർ അല്ല. അപ്പോൾ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യും. ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി ഡെപ്പോസിറ്റിലും സ്ക്രീനിങ് വെച്ചിരിക്കുക ചെയ്യാതിരിക്കുക. പണമില്ല, ട്രഷറിയിൽ പണമില്ല. ആ പണമില്ലാത്തത് മറച്ചു വെച്ചു. മുഖ്യമന്ത്രി പറഞ്ഞു കേരള കടക്കണിയിലാണ് എന്ന് പറയുന്നത് ശരിയല്ല, തെറ്റായ ആരോപണമാണ്. പ്രചരണം തന്നെ തെറ്റാണെന്ന് പറയും. ഇതെന്താ കാണുന്നത്? ഏതെങ്കിലും കാലത്ത് ഇതുപോലത്തെ ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ടോ? പരിതാപകരമായ സ്ഥിതിയിലേക്ക് പോവാണ്, പൈസ കൊടുക്കാൻ പറ്റാതെ. എന്നിട്ട് മാർച്ച് 31 അവസാനിക്കുമ്പോൾ 29-ാം തീയതി ക്ലോസ് ചെയ്യണം എന്നൊക്കെയാണ് ബില്ല് കൊടുക്കുന്നത്. ഇനി ഒരു ഗഡുണ്ട്, വേറെ ഉണ്ട്. 3 ഭാഗമായിട്ട് 3-ാം ഗഡു തിരിച്ചിട്ട് 3-ാം ഗഡുവിന്റെ 2-ാം ഭാഗം മാത്രമേ ഇന്നലെ വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ കൊടുക്കും. അപ്പൊ കൊടുക്കുന്നത് പേപ്പറിൽ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ, എക്സ്പെൻഡിച്ചർ ആവില്ലല്ലോ. ട്രഷറിയിലും വരില്ല, എക്സ്പെൻഡിച്ചർ ആവത്തില്ല. ഈ കബളിപ്പിക്കലാണ് യഥാർത്ഥത്തിൽ ധനകാര്യ വകുപ്പും തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൂടി പ്രാദേശിക സർക്കാരുകളെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ലൈഫ് പദ്ധതിയിലെ ഏറ്റവും രസകരമായ ഭാഗം എന്ന് പറയുന്നത്, ലൈഫ് പദ്ധതിയിലെ 710 കോടി രൂപ അനുവദിച്ചിട്ട് 7%, 7.05% എക്സ്പെൻഡിച്ചർ. അതായത് 2020 മുതൽ തുടങ്ങിയ ഒരു പ്രോസസ്സാണ് ലൈഫ് മിഷന്റെ 2-ാം ഘട്ടം. 9,60,60,000 പേര് വീടിന് അപേക്ഷിച്ചു. അത് സ്ക്രീൻ ചെയ്ത് 3,60,60,000 ആക്കി. ഇതുവരെ ഏകദേശം 14,000 വീടുകൾ മാത്രമാണ് ഈ 3 കൊല്ലത്തിനിടയിൽ എഗ്രിമെന്റ് MOU വച്ചിരിക്കുന്നത് പഞ്ചായത്തിൽ. ലൈഫ് മിഷനും പാളി, പൂർണ്ണമായി പാളി. പണമില്ല, കൊടുക്കാൻ പണമില്ല. പണമില്ലാത്ത അവസ്ഥയിലേക്കാണ് ഇത് പോകുന്നത്. ഈ കറണ്ട് ഇയറിൽ 7% എക്സ്പെൻഡിച്ചർ. അല്ല, ഇത് എന്ന് തുടങ്ങിയതാണ്? 2-ാം തീയതി തുടങ്ങിയതാണ്. 20 ദിവസമാണ് പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തത്. 20 ദിവസം. അത് അതിൻ്റെ ഒരു വിശ്വാസ്യത തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു അൺനെസസറി ഡിലേ ആണ്, അനാവശ്യമായ കാലതാമസമാണ് ആ പ്രാഥമിക റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്.
എന്ത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത് തീ കത്തിച്ചതല്ല, ഒരേ സമയത്ത് 5 സ്ഥലത്ത് തീ പിടിച്ചതാണ് എന്ന് പറയുന്നതിൽ അർത്ഥമുള്ളത്? ഒരേ സമയത്താണ് 5 സ്ഥലത്ത്. അവിടെ തീ കെടുത്താൻ പോയ ഫയർഫോഴ്സിലെ ഉദ്യോഗസ്ഥരോട് ചോദിച്ചാൽ മതി. ഇതിനു മുൻപ് ഒരിക്കലും ഇല്ലാത്ത തരത്തിൽ പണ്ട് തീ പെട്ടെന്ന് അണയ്ക്കുന്നത് ഒരു സ്ഥലത്ത്, ഇപ്പോൾ ഒരു സ്ഥലത്ത് തീ ഉണ്ടായില്ല, പെട്ടെന്ന് അണയ്ക്കാൻ പറ്റി. കാരണം അവിടെ അപ്പോൾ മറ്റു ഭാഗത്തേക്ക് തീ പിടിക്കാതെ, അതാണ് ഈ കാട്ടുതീ വന്നാലും മാലിന്യ കൂമ്പാരത്തിന് തീ പിടിച്ചാലും ഫയർഫോഴ്സ് ചെയ്യുന്നത് അതിനെ സെപ്പറേറ്റ് ആക്കും, മറ്റു സ്ഥലത്തേക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് അന്നത് പറ്റിയില്ല, കാരണം 5 സ്ഥലത്ത് ഒരേ സ്ഥലത്ത് തീ പിടിക്കുകയാണ്. അപ്പോൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതാണ് അത് 14 ദിവസക്കാലം നീണ്ടു നിന്നത്. അപ്പോൾ മന്ത്രി പരസ്യമായിട്ട് കരാറുകാരനെ അസംബ്ലിയിൽ നിന്ന് 10 മിനിറ്റ് വെള്ളപൂശി, മുഖ്യമന്ത്രി വെള്ളപൂശി. പിന്നെ ആ പാവം കമ്മീഷണർ എന്ത് ചെയ്യുന്നത്? സർക്കാരും മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരാറുകാരനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. മുഖ്യമന്ത്രി കരാറുകാരന്, ബ്രഹ്മപുരത്തെ കരാറുകാരനെ ഒക്കത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് കമ്മീഷണർക്കോ പോലീസിനോ റിപ്പോർട്ട് കൊടുക്കാം? അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞത്, വിജിലൻസ് റിപ്പോർട്ട് വന്നാലും ഇത് വൈറ്റ് വാഷ് ചെയ്തുകൊണ്ട്, വെള്ള പൂശിക്കൊണ്ട് ഈ കരാറുകാരനെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിരിക്കും. അതുകൊണ്ടാണ് CBI അന്വേഷിക്കണം എന്നാവശ്യപ്പെട്ടത്. ഒന്നാം തീയതി UDF കരിദിനമായി ആചരിക്കുകയാണ്. ആ നികുതി നിർദ്ദേശങ്ങൾ പ്രാവർത്തികമാക്കുന്നതോടുകൂടി സ്വാഭാവികവും കൃത്രിമവുമായ വിലക്കയറ്റമാണ് കേരളം നേരിടാൻ പോകുന്നത്. ഇപ്പം തന്നെ കേരളത്തിൽ വലിയ പ്രതിസന്ധിയാണ് ജീവിക്കാൻ. ആളുകളിപ്പോൾ റിക്കവറി നോട്ടീസുകളാണ്, മിക്ക സ്ഥലത്ത് റിക്കവറി അടക്കമാണ്. മിക്ക ബാങ്കുകളും ഈ സാമ്പത്തിക വർഷത്തിൻ്റെ അവസാനം കർശനമായ നിലപാടുമായി കിടപ്പാടങ്ങൾ, കൃഷിയിടങ്ങൾ ജപ്തി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കടക്കെണിയിലായ കേരളത്തെ ജനങ്ങളുടെ ജീവിതം വീണ്ടും ഈ ഏപ്രിൽ 1-ാം തീയതി മുതൽ ദുസ്സഹമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പിടിവാശിയോട് കൂടിയിട്ടാണ് ഈ നികുതി നിർദ്ദേശങ്ങൾ മുഴുവൻ സർക്കാർ നടപ്പാക്കണം. അന്ന് ഞങ്ങൾ കരിദിനമായി ആചരിക്കും. അതുപോലെ തന്നെ UDF രാഹുൽ ഗാന്ധിയുടെ അയോഗ്യയാക്കിയതിൽ പ്രതിഷേധിച്ചുകൊണ്ട് UDF കക്ഷികൾ എല്ലാവരും, കക്ഷി നേതാക്കൾ, MLA മാർ, ജനപ്രതിനിധികൾ എല്ലാവരും 5-ാം തീയതി, ഏപ്രിൽ 5-ാം തീയതി രാജ്ഭവന് മുന്നിൽ സത്യാഗ്രഹം അനുഷ്ഠിക്കും. അല്ല, കടുത്ത സമരത്തിലേക്ക് പോകാനല്ലോ നമ്മൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തിയല്ലോ. ഈ സമരം അവർ പിൻവലിക്കാൻ തയ്യാറല്ല എന്ന് വലിയ രീതിയിലുള്ള സമരം സംസ്ഥാനത്ത് എല്ലായിടത്തും UDF നടത്തി. പക്ഷെ സർക്കാർ പിൻവലിക്കാൻ തയ്യാറായില്ല. പക്ഷേ ഞങ്ങൾ ജനങ്ങളോട് ഇത് ജനങ്ങളെ ദ്രോഹിക്കുന്ന സർക്കാരാണ് എന്ന് ആ സമരങ്ങളിലൂടെ കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഇന്ന് വെറുക്കപ്പെട്ട ഗവൺമെന്റാണ്, ജനങ്ങളാൽ വെറുക്കപ്പെട്ട ഗവൺമെന്റാണ് സംസ്ഥാനത്ത് ഭരിക്കുന്നത്. പാർലമെന്റ് ഉള്ളതുകൊണ്ട് പാർലമെന്റ് അതിന് മുമ്പ് തീർന്നാൽ MP മാർ പങ്കെടുക്കും, ഇല്ലെങ്കിൽ അവർ പാർലമെന്റിലുള്ള ദിവസം വരില്ല, അല്ലെങ്കിൽ MLA മാർ. ഉദന എന്ന് മാത്രമല്ല, വളരെ സഭ്യേതരമായ ഒരു പരാമർശമാണ് CPM-ലെ വനിതാ നേതാക്കൾക്കെതിരായി സുരേന്ദ്രൻ നടത്തിയത്. ഞാനിപ്പോഴാണ് ഇന്നലെ രാത്രിയാണ് അതിൻ്റെ ഒരു വീഡിയോ കണ്ടത്. കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവും ചെയ്യാത്ത തരത്തിലെ സ്ത്രീകളോടുള്ള അധിക്ഷേപമാണ്, പൂർണ്ണമായ അധിക്ഷേപമാണ്. എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഒരു CPM നേതാവും അതിനോട് പ്രതികരിച്ചില്ല എന്നുള്ളതാണ്. BJP സംസ്ഥാന പ്രസിഡന്റ് സ്വന്തം പാർട്ടിയിലുള്ള വനിതകളെ ഏറ്റവും മ്ലേച്ഛമായ രീതിയിൽ, സഭ്യതരമായ രീതിയിൽ അധിക്ഷേപിച്ചിട്ടും ഒരു CPM നേതാവിൻ്റെയും ചുണ്ടനങ്ങിയില്ല. വനിതാ വാച്ച് ആൻഡ് വാർഡർമാരെ UDF MLA മാരും മർദ്ദിച്ചു എന്ന് കള്ളപ്രചരണം നടത്തിയ മുഖ്യമന്ത്രിയുടെ ചുണ്ടനങ്ങിയില്ല. KK രമ തെറ്റായ രീതിയിൽ കളിപ്പിക്കാൻ വേണ്ടി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ് എന്ന് വ്യാജ ആരോപണം ഉന്നയിച്ച പാർട്ടി സെക്രട്ടറി ME ഗോവിന്ദന്റെയും ചുണ്ടനങ്ങിയില്ല. ഒരു DYFI നേതാവ്, ഒരു ചെറുപ്പക്കാരായ നേതാക്കൾ പോലും ഇതിനോട് പ്രതികരിച്ചില്ല. ഇത് BJP-യുമായിട്ടുള്ള സ്നേഹബന്ധത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ ഞങ്ങൾ കേരളത്തിലെ UDF ശക്തിയായി ഞങ്ങൾ പ്രതിഷേധിക്കുന്നു. സുരേന്ദ്രൻ അത് പിൻവലിച്ച് മാപ്പ് പറയണം. ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ എന്നുള്ളതല്ല, ഒരു സ്ത്രീയെയും അതുപോലെ അപമാനിക്കാൻ പാടില്ല. അതിൽ ബോഡി ഷെയ്മിംഗ് ഉണ്ട്, അതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്.
സ്ത്രീത്വത്തിനെതിരായിട്ടുള്ള സ്റ്റേറ്റ്മെന്റാണ്. ഒരു കാരണവശാലും കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ അത് വെച്ചു പൊറിപ്പിക്കാൻ പാടില്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റാണ്. സുരേന്ദ്രൻ അത് പിൻവലിച്ച് മാപ്പ് പറയണം, അല്ലെങ്കിൽ ഇതുവരെ സുരേന്ദ്രനെതിരെ കേസെടുക്കണം. അല്ലാത്തവർക്കെതിരെ ഇഷ്ടംപോലെ കേസെടുത്തിട്ടുണ്ടല്ലോ. ഇല്ലാത്ത കേസ്, വ്യാജ കേസ്, വനിതാ വാച്ചാൽവാടിനെ അധിക്ഷേപിച്ചെന്ന് പറയും MLA മാർക്കെതിരെ വരെ 10 വർഷം തടവ് ശിക്ഷ കിട്ടുന്ന ജാമ്യമില്ലാത്ത കേസെടുത്ത ഈ മുഖ്യമന്ത്രി എവിടെ പോയിരിക്കുക? ഇതെല്ലാം കണ്ടിട്ട് ഞങ്ങൾ CPM-ൽ നിന്ന് ആരും ഇത് പരാതി കൊടുത്തില്ലെങ്കിൽ ഞങ്ങൾ തന്നെ പോലീസിന് പരാതി കൊടുക്കും, നടപടിയെടുക്കാൻ പറഞ്ഞു. അത് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ അത് വ്യക്തമാക്കിയതോടുകൂടി കാര്യം ക്ലിയർ ആയല്ലോ. രാഹുലിനെ എല്ലാം ഞങ്ങൾ പ്രതിരോധിച്ചെന്നല്ലേ പറഞ്ഞത്, BJP എതിർക്കുകയാണ് ചെയ്തെന്നാണ്. അതെന്ത് പരിപാടിയാണ്? അത് നമുക്ക് മനസ്സിലായില്ല. അതൊരു തെറ്റായ വാർത്തയാണ്. കോൺഗ്രസ് പ്രസിഡന്റിന്റെ പാർലമെന്ററി പാർട്ടി നേതാവിന്റെ അനുമതിയോടുകൂടിയാണ് 2-3 MP-മാർ അവിടെ നിന്ന് അനുമതി ചോദിച്ചുകൊണ്ടാണ് ഇവിടെ വന്നത്. അനുമതിയോടുകൂടിയാണ് വന്നത്. അനുമതി കൊടുത്താണ് അവരോട് പോരാൻ വേണ്ടിയിട്ട്. ആ മുങ്ങിയെന്നുള്ള വാർത്തയൊക്കെ അവരെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. അവരാ സമരത്തിന്റെ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. ആ സമരത്തിന്റെ ഏറ്റവും മുൻനിരയിൽ നിൽക്കുന്ന ആളുകളാണ്. അന്നും അവര് ആ സമരത്തിലുണ്ടായിരുന്നു. അവരെ അറസ്റ്റ് വരിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അവർ പാർട്ടി നേതൃത്വത്തിന്റെ, ദേശീയ നേതൃത്വത്തിന്റെ അനുമതിയോടുകൂടിയാണ് 2-3 MP-മാർ കേരളത്തിലേക്ക് തിരിച്ചു വന്നത്. അതെ, ആരെഴുതിയാലും അത് തെറ്റായ വാർത്തയാണ്. അനുമതി വാങ്ങിച്ചിട്ടാണ്. ഞാൻ തന്നെ ആ കാര്യത്തെക്കുറിച്ച് അന്വേഷിച്ചു, ദേശീയ നേതൃത്വമായിട്ട് ചെക്ക് ചെയ്തു. അവർ അനുമതി വാങ്ങിച്ചിട്ടാണ് ആ 3 MP-മാർ കേരളത്തിലേക്ക് പോകുന്നത്. അവർക്ക് അനുമതി കൊടുക്കുകയുണ്ടായി. കാരണം അവരിൽ പലരും ഇവിടെ ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട്, വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ജാഥകൾ നടക്കുകയാണ്. കോഴിക്കോട് നിന്നും, തിരുവനന്തപുരത്തു നിന്നും, പത്തനംതിട്ടയിൽ നിന്നും, അടൂരിൽ നിന്നും. അതിൽ 3 MP-മാരാണ് ആ ജാഥയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. അതിൻ്റെ തയ്യാറെടുപ്പുകളുമായിട്ടും അവർക്ക് പോരേണ്ടി വന്നു. നേരത്തെ അവർ 3 MP-മാരെയാണ് ഞങ്ങൾ ചുമതലപ്പെടുത്തിയിരുന്നത്. പിന്നെ സിദ്ദിഖുമായിരുന്നു ഒരു ജാഥയുടെ. അപ്പോൾ ഈ 3 MP-മാർക്ക് അവരുടെ ജാഥ 2-3 ദിവസക്കാലം നീണ്ടിരിക്കുന്നത്. അടൂർ പ്രകാശിൻ്റെത് കാൽനട ജാഥയാണ്, 5 ദിവസം നീണ്ടിരിക്കുന്നത്. അപ്പോൾ അവർ അതിൻ്റെ തയ്യാറെടുപ്പിന് വേണ്ടിയിട്ടാണ്. കോൺഗ്രസ് പ്രസിഡന്റ് വൈക്കത്ത് പങ്കെടുക്കുന്ന പരിപാടിയുടെ ഭാഗമായിട്ടുള്ളൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. വെറുതെ അവരെ അധിക്ഷേപിക്കേണ്ട ഒരു ആവശ്യം. കേരളത്തിലെ പ്രതിപക്ഷത്തിന് അക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. ദേശീയ തലത്തിൽ കേന്ദ്രത്തിലെ ഏജൻസികൾ കേരളത്തിലെ BJP ഇതര ഗവൺമെന്റുകളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള ധാരാളം കേസുകൾ, കള്ളക്കേസുകൾ എടുക്കുന്നുണ്ട്. ഒന്ന്, കേരളത്തിലേത് സ്ഥിതി വ്യത്യസ്തമാണ്. കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ കേസുകളിൽ CPM-മായി ഒത്തുചേർന്നിരിക്കുകയാണ്. അതാണ് ഞങ്ങളുടെ ആരോപണം. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലെ പോലെ അല്ല. ഇവിടെ കേന്ദ്ര ഏജൻസികളെ ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതിയത് മുഖ്യമന്ത്രി തന്നെയാണ്. കേന്ദ്ര ഏജൻസികൾ വന്ന് അന്വേഷിക്കണം. നിയമസഭയിലും അദ്ദേഹം മറുപടി പറഞ്ഞു, സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് കേരളത്തിലെ ഒരു ഏജൻസിക്കും അന്വേഷിക്കാൻ പറ്റില്ല. കാരണം അത് ദുബായിൽ നിന്ന് കള്ളക്കടത്ത് നടത്തി, UAE-യിൽ നിന്ന് കള്ളക്കടത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സ്വർണ്ണമാണ്. അപ്പോൾ കേരളത്തിലെ ഒരു ഏജൻസിക്കും അന്വേഷിക്കാൻ പറ്റാത്ത കാര്യം കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടാണ് അവർ വന്നത്. ഒന്ന്, അതുപോലെ തന്നെയാണ് ലൈഫ് മിഷൻ കേസും. ലൈഫ് മിഷന്റെ കോഴയായിട്ടുള്ളൊരു വലിയ തുക UAE-യിലേക്ക് പോയിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായ അന്വേഷണത്തിൽ തെളിഞ്ഞത്. അപ്പോൾ അത് അന്തർദേശീയമായി വ്യാപിച്ചു കിടക്കുന്ന ഒരു കേസായതുകൊണ്ട് കേരളത്തിലെ വിജിലൻസ് അത് അന്വേഷിക്കാൻ പറ്റില്ല. വിജിലൻസിന് അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ ഇല്ല. വിജിലൻസിന് കോൺസുലേറ്റിൽ പോകാൻ പറ്റില്ല. വിജിലൻസിന് UAE കോൺസുലേറ്റിൽ പോയി അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കേസും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ തന്നെ, ഞാൻ പറഞ്ഞല്ല, ഇൻട്രാ-സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള അന്തർദേശീയ തലത്തിൽ വ്യാപിച്ചു കിടക്കുന്ന കേസാണ്. ആ കേസ് കേരളത്തിലെ ഒരു ഏജൻസിക്കും അന്വേഷിക്കാൻ കഴിയില്ല. അപ്പോൾ അത് കേന്ദ്ര ഏജൻസികൾ ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് കൃത്യമായി അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. വ്യത്യാസം മനസ്സിലായില്ല? നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല വ്യക്തതയുള്ള വ്യത്യാസമുണ്ട്. അവിടെ നടക്കുന്ന കേസും ഇവിടെ നടക്കുന്ന കേസും. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഇതിൻ്റെ ചെലവിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചെലവിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്
മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുന്നത്? എന്തായിരുന്നു ഫേസ്ബുക്ക് പേജ്? 24 മണിക്കൂർ നിന്നല്ലോ. പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞു. അത് വരട്ടെ. എന്തായാലും ഈ ഒരു കോടതിയല്ലല്ലോ, ആ കോടതിക്ക് മീതെ സെഷൻസ് കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അത് വിധി വരട്ടെ. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ധൃതി കൂട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ അയോഗ്യനാക്കിയാലും ഫൈറ്റ് ചെയ്യും. ജീവിതകാലം മുഴുവൻ MP MLA ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ഈ കോസിന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അതാണ് ഞങ്ങളുടെ എല്ലാ ഊർജം. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവേശം. MP MLA ഒന്നും ആവണ്ട, ജീവിതകാലം മുഴുവൻ ഈ ഫാസിസത്തിനെതിരായി, ഈ അഴിമതിക്കെതിരായി യുദ്ധം ചെയ്യുന്നുള്ള, പോരാട്ടം നടത്തുമെന്നുള്ള അദ്ദേഹത്തിന്റെ പ്രഖ്യാപനമാണ്. വരട്ടെ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് അപ്പോൾ കാണാം. ഒരു കാരണവശാലും ഉണ്ടാവില്ല. അവിടെ അദ്ദേഹത്തിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്, UDF സംവിധാനങ്ങൾ പ്രവർത്തിക്കും. ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ അവിടെ ഉണ്ട്. അത് ചെയ്യും. അത് ഞങ്ങൾ തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കും. പാർട്ടി തന്നെ നേരിട്ട് മേൽനോട്ടം വഹിക്കും അവിടെ എല്ലാ കാര്യവും. ഇല്ല, ആ ഓഫീസ് അവിടെ ഉണ്ടാവുമല്ലോ. ആ ഓഫീസ് അവിടെ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. ഓഫീസ് അവസാനിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചൊന്നും ചിന്തിക്കാനുള്ള സമയമായിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ലീഗൽ റെമഡീസ് മുമ്പിൽ നിൽക്കുകയാണ്. നോക്കട്ടെ, കോടതിയല്ലേ തീരുമാനം എടുക്കുന്നത്. അതൊക്കെ അവിടെ ദേശീയ തലത്തിൽ തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ലേ. ഞാൻ ചുമ്മാ ഇരുന്ന് ഇവിടെ ഇരുന്ന് പറയാൻ പറ്റുമോ?